ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹി അമ്മാ ബഅദ്. സൂറത്ത് ത്വാഹ 54 മുതൽ 57 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. കുലൂ വർഔ അൻആമകും. ഇവിടെ വർഔ എന്ന് പറയുമ്പോൾ റായിനെ തടിപ്പിക്കണം, തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടതാണ്. റായിന് സുക്കൂനും തൊട്ടുമുമ്പിൽ സ്ഥിരപ്പെട്ടതായ ഫത്ഹും അഥവാ മഫ്തൂഹ് മഖബൽ മഫ്തൂഹുമായിട്ടുള്ള സാക്കിനത്തായ റായിനെ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഇവിടെ ഉച്ചരിക്കേണ്ടത്. വർഔ അൻആമകും. രണ്ട് തവണ ഐന് ആവർത്തിക്കുന്നു. ഐന് യഥാർത്ഥത്തിൽ അതിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യം എന്നതാണല്ലോ അതിൻ്റെ മഖ്റജ്. എല്ലാ ഹർഫുകളും കൃത്യമായി അവയുടെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കേണ്ടതാണ്. ഐന് ഹൽക്കിയായ അക്ഷരം പലപ്പോഴും ആളുകൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം സൂചിപ്പിച്ചു. അൻആമകും എന്ന പദത്തിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. കുലൂ വർഔ അൻആമകും ഇന്ന ഫീ ദാലിക ലആയാത്. ഇന്ന നൂൻ മുശദ്ദദയെ മണിക്കുക. രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ ഈ ശദ്ദുള്ള നൂനിന് ഉന്നത്ത് കൊടുക്കേണ്ടതാണ്. ലആയാതിൻ ലിഉലിന്നുഹ. ലആയാതിൻ എന്ന തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഇദ്ഗാം ബിഗൈരി ഗുന്ന ചെയ്ത് ഉച്ചരിക്കേണ്ടതാണ്. ലആയാതിൻ ലിഉലിന്നുഹ. അന്നുഹ എന്ന പദത്തിൽ സാക്കിനത്തായ ശദ്ദുള്ള നൂനിനെ മുശദ്ദദത്തായ നൂനിനെ മണിക്കണം. മിൻഹ ഖലഖനാകും. മിൻഹ എന്നതിൽ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. ഖലഖനാകും. ഈ പദത്തിൽ ഖാ, ഖാഫ് എന്നീ അക്ഷരങ്ങൾ ഇസ്തിഅലാഇൻ്റെ തടിപ്പിച്ചുച്ചരിക്കേണ്ടവയായതുകൊണ്ട് തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാം തർക്കീഖ് ചെയ്യേണ്ടതുമാണ്. ഖാഇനും ഖാഫിനുമാണ് ഈ പദത്തിലുള്ള തഫ്ഖീം വരുന്നത്. ഖാഫ് സാക്കിനത്തായതുകൊണ്ട് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുകയും വേണം. മിൻഹ ഖലഖനാകും. ഖലഖനാകും എന്ന പദത്തിൻ്റെ അന്ത്യത്തിൽ സാക്കിനത്തായ മീം. ഇത് ആവർത്തിക്കുന്നു. നുഈദുക്കും, നുഖ്രിജുക്കും ഈ പദങ്ങളിലൊക്കെ സാക്കിനത്തായ മീം ആവർത്തിച്ച് വരുന്നുണ്ട്. അവിടെയൊക്കെയും ഇൽഹാർ ഷഫവിയാണ്. ശേഷം വാവ് വരുന്ന രണ്ട് തവണ ഈ വചനത്തിൽ ഉള്ളതുകൊണ്ട്, വാവ് വരുന്നതുകൊണ്ട് അവിടെ സൂക്ഷ്മത കൂടുതൽ ആവശ്യമാണ്. കാരണം വാവ് ഷഫവിയായ അക്ഷരമായതുകൊണ്ട് മീം അവ്യക്തമാവാൻ സാധ്യതയുണ്ട്. ഖലഖനാകും വഫീഹാ നുഈദുക്കും വമിൻഹ എന്ന പദത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കുക. നുഖ്രിജുക്കും. ഖായിന് തഫ്ഖീം കൊടുക്കുക, റായിന് തർഖീഖ് കസ്റായതുകൊണ്ട് നുഖ്രിജുക്കും താറതൻ ഉഖ്റാ. രണ്ട് റാകൾ ആവർത്തിച്ചു വന്നു. താറതൻ റാ ഇവിടെയും അന്ത്യത്തിൽ ഉഖ്റാ എന്ന് പറയുമ്പോഴുള്ള റാവും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും ഇവയ്ക്കൊക്കെ തഫ്ഖീമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. താറതൻ എന്നതിലെ തൻവീനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. പരിശുദ്ധ ഖുർആനിൽ ഇൽഹാറിൻ്റെ സന്ദർഭത്തിൽ തൻവീൻ എഴുതുന്നത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഒരേ ലെവലിൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായി കൃത്യമായ രൂപത്തിൽ എഴുതിയത് ഇൽഹാറിൻ്റെ സന്ദർഭത്തിലാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും. താറതൻ ഉഖ്റാ. ഉഖ് എന്ന് പറയുമ്പോൾ ഖായിനും തഫ്ഖീമുണ്ട് എന്നതും ശ്രദ്ധിക്കുക. നുഖ്രിജുക്കും എന്ന് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച പോലെ ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖായിനെ തഫ്ഖീം ചെയ്യേണ്ടതാണ്. വലഖദ് അറൈനാഹു. ഖാഫിന് തഫ്ഖീം കൊടുക്കണം. പൂർണ്ണമായ തഫ്ഖീം ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണല്ലോ. ദാലിന് സുക്കൂൻ വന്നതുകൊണ്ട് ഖൽഖല സുഗ്റ നൽകി ഹറക്കത്ത് പോലെ ശബ്ദം ചലിപ്പിക്കുക. അറൈനാഹു. റായിന് തഫ്ഖീം കൊടുക്കുക. ആയാതിനാ കുല്ലഹ. എല്ലാ അക്ഷരങ്ങളും തർക്കീഖിൻ്റേതാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് നേർപ്പിച്ചുച്ചരിക്കുകയാണ് വേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച ഖാഫ്, റാ ഇവക്ക് മാത്രമാണ് ഇവിടെ തഫ്ഖീം വരുന്നത്. ബാക്കി അക്ഷരങ്ങൾക്കൊക്കെ തർക്കീഖാണ്.
كلها فكذب وأبى فكذب وأبى قال أجئتنا ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫിനെ അലിഫ് കൊടുത്തു ദീർഘിപ്പിക്കുന്നു. ദീർഘത്തിലും തഫ്ഖീം ഉണ്ടാവണം. ഖാല അജിഅ്തന ഹംസകൾ കടുപ്പത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഷിദ്ദത്ത് എന്ന സിഫത്ത് അതിനുണ്ട്. അജിഅ്തന അവിടെ അജീതന എന്നായി പോകരുത്. ഖാല അജിഅ്തന ലിതുഖ്രിജന ലിതുഖ്രിജന ഖാഇന് തഫ്ഖീം കൊടുക്കുക. ഇസ്തിഅലാന്റെ ഹർഫുകളിൽ പെട്ടതാണല്ലോ. മിൻ അർദിന സാക്കിനത്തായ നൂനും ശേഷം ഹംസയും ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കുക. മിൻ അർദിന റാഇന് തഫ്ഖീം കൊടുക്കുക. സാക്കിനത്തായ റാ തൊട്ടുമുമ്പിൽ ഫത്ഹ വന്നതുകൊണ്ട് തഫ്ഖീം ചെയ്യണം. ദ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ് കസ്റായതുകൊണ്ട്. അർദിന ബിസിഹ്രിക യാ മൂസ അക്ഷരങ്ങൾ കൃത്യമായി മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിഹ്രിക എന്ന് പറയുമ്പോൾ ഹൽഖിയായ അക്ഷരമാണ്, തൊണ്ടയുടെ മധ്യമാണ് അതിൻ്റെ മഖ്റജ് എന്നതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായി പാരായണം ചെയ്യുക. തഫ്ഖീം ചെയ്യേണ്ട അക്ഷരങ്ങളെ പ്രത്യേകം സൂചിപ്പിച്ചു. അവയല്ലാത്തവക്കൊക്കെയും തർക്കീഖാണ് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم كلوا وارعوا أنعامكم إن في ذلك لآيات لأولي النهى منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى ولقد أريناه آياتنا كلها فكذب وأبى قال أجئتنا لتخرجنا من أرضنا بسحرك يا موسى